നിങ്ങൾ ഒരു കരിയർ ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഇന്റർവ്യൂവർ തീർച്ചയായിട്ടും ഈ ഒരു കരിയർ ഗ്യാപ്പിനെ കുറിച്ച് ചോദിക്കും അല്ലേ. ഇതുപോലെ നിങ്ങളുടെ ഫെയിലിയേഴ്സ്, വീക്ക്നെസ് ഇതിനെക്കുറിച്ചിട്ടെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ആൻസേഴ്സ് ആണ് കൊടുക്കാറുള്ളത്? വെൽക്കം ടു 19th ഡേ ഓഫ് 30 ഡേയ്സ് ഇന്റർവ്യൂ ക്രാക്ക് ചലഞ്ച്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾ ആൻസേഴ്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാണോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാറുള്ളത്? നിങ്ങളൊരു കരിയർ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അതിന് റിയൽ ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വലിച്ചു നീട്ടി പറയാതെ വളരെ മിനിമൽ ആയിട്ട് പറയാനും കൂടെ നോക്കണം. നിങ്ങളൊരു കരിയർ ഗ്യാപ്പ് എടുത്ത സമയത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് നോക്കുക. ഫെയിലിയേഴ്സിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു എന്നതും ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടും എന്ന് കൂടെ പറയാവുന്നതാണ്. വീക്ക്നെസ്സിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജോബിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെ ആ ഒരു വീക്ക്നെസ് ഓവർകം ചെയ്തു എന്ന് കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഓൾറെഡി ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇംപ്രസീവായ രീതിയിൽ ഇന്റർവ്യൂസിന് ആൻസേഴ്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്.